കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ശൂരനാട് ഗ്രാമത്തിൽ തെന്നല എൻ ഗോവിന്ദപിള്ളയുടെയും ഈശ്വരി അമ്മയുടെയും മകനായി 1931 മാർച്ച് 11-നായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ജനനം. ശൂരനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. 1977-ലും 1982-ലും അടൂരിൽ നിന്ന് 2 തവണ നിയമസഭയിലെത്തി. 1991-ലും 1992-ലും 2004-ലും അങ്ങനെ 3 തവണ രാജ്യസഭാ അംഗമായി. 1998-ലും 2004-ലും 2 തവണ KPCC അധ്യക്ഷനായിരുന്നു. 100 സീറ്റ് നേടി അധികാരത്തിലെത്തിയപ്പോൾ KPCC അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് BSc-യിൽ ബിരുദം നേടി പഠനം പൂർത്തിയാക്കിയ തെന്നല ബാലകൃഷ്ണപിള്ള കോൺഗ്രസിന്റെ പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ശൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായി പ്രവർത്തിച്ചു. ശേഷം കൊല്ലം DCC പ്രസിഡന്റായി. 1967, 1980, 87 വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. AI ഗ്രൂപ്പുകൾ തിളച്ചുമറിഞ്ഞിരുന്ന വിഭാഗീയ വ്യാധിക്കാലത്ത് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന സിദ്ധൌഷധമാണ് ഹൈക്കമാൻഡ് വിജയകരമായി പരീക്ഷിച്ചിരുന്നത്. മറ്റെല്ലാം പരാജയപ്പെടുമ്പോൾ തെന്നല എന്ന ചികിത്സാവിധിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്രയേറെ വിശ്വസിച്ചിരുന്നു. ഉൾപോരുകൾ ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോൾ തെന്നല കമ്മിറ്റിയെ പ്രശ്നപരിഹാരത്തിന് നിയോഗിക്കുക എന്നത് കോൺഗ്രസിലെ പതിവായിരുന്നു. തർക്കങ്ങളുടെ കൊടുങ്കാറ്റ് വീശുമ്പോൾ ഇളം തെന്നൽ പോലെ കടന്നുവരുന്ന തെന്നല അത് ശമിപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് ചില്ലറയല്ല. 1989-ൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ, 92-ൽ സംഘടനാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഗ്രൂപ്പുകൾ കൊമ്പുകോർത്തപ്പോൾ, 96-ൽ വീണ്ടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് വഴിവെച്ചപ്പോൾ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കരുണാകരൻ പരാജയപ്പെട്ടപ്പോൾ, നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ സമിതി ഉണ്ടാക്കിയപ്പോൾ എന്നിങ്ങനെ പാർട്ടിയിൽ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റ് മൂളിത്തുടങ്ങിയപ്പോഴൊക്കെ തെന്നലയുടെ സ്വാന്തന സ്പർശമാണ് പാർട്ടിയെ കാര്യമായ ക്ഷതമില്ലാതെ രക്ഷിച്ചത്. പാർട്ടിയിലെ ചേരിപ്പോരുകളുടെ നാളുകളിൽ ഗ്രൂപ്പുകൾക്ക് അതീതനെന്ന പ്രതിച്ഛായ തെന്നലയെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിൽ എത്തിച്ചു. KPCC അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം എത്തിയത് അങ്ങനെയാണ്. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF-നും തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്ത ശേഷം KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് അസുഖകരമായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. K. മുരളീധരനെ KPCC പ്രസിഡന്റ് ആക്കാനുള്ള K. കരുണാകരന്റെ വാശിയായിരുന്നു തെന്നലയെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയായി AK ആന്റണി സ്ഥാനമേറ്റ അതേ ദിവസം തന്നെയാണ് തെന്നലയ്ക്ക് KPCC പ്രസിഡന്റ് പദവി ഒഴിയേണ്ടി വന്നത്. ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള ധാരണ പ്രകാരമായിരുന്നു അതെങ്കിലും രണ്ടും ഒരേ ദിവസം തന്നെ വേണമെന്ന വാശിക്ക് തെന്നല ബലിയാടാവുകയായിരുന്നു. പരാതിയും പരിഭവവും ഇല്ലാതെ ഒഴിഞ്ഞുകൊടുത്ത അദ്ദേഹം പിന്നീട് 2004-ൽ അതേ പദവിയിൽ തിരിച്ചെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ്. 2003-ൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പ് പോര് പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിക്കുമെന്ന് വന്നപ്പോഴും തെന്നലയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചാണ് ഹൈക്കമാൻഡ് പ്രതിസന്ധി തരണം ചെയ്തത്. നേതൃത്വത്തോടിടഞ്ഞ് K. കരുണാകരൻ കോടോത്ത് ഗോവിന്ദൻ നായരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായ തെന്നലയ്ക്കും വയലാർ രവിക്കുമായിരുന്നു വിജയം. 1965-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാർലമെന്ററി ബോർഡ് നിശ്ചയിച്ചത് തെന്നലയെ ആയിരുന്നു. എന്നാൽ തന്നെക്കാൾ മുതിർന്ന നേതാവായ അഡ്വക്കേറ്റ് KS പരമേശ്വരൻ പിള്ളയ്ക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞ് തെന്നല പിൻവാങ്ങി. പിന്നീടും പാർട്ടിയുടെ താല്പര്യം പരിഗണിച്ച് സീറ്റ് കൈവിടാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. 2 വട്ടം രാജ്യസഭയിലേക്ക് നറുക്ക് വീണത് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു പ്രയത്നവും അതിനുവേണ്ടി നടത്തിയിട്ടായിരുന്നില്ല. 1967-ൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തെന്നലയ്ക്ക് വ്യക്തിപരമായി ഏറെ നഷ്ടങ്ങളുണ്ടായി. അതൊന്നും തെരഞ്ഞെടുപ്പിന് പാർട്ടി ഫണ്ടില്ല, സംഭാവനകൾ സംഘടിപ്പിക്കാനും ആർക്കും വശമില്ല. പാർട്ടി നൽകിയത് 6000 രൂപ മാത്രം, സംഭാവന കിട്ടിയതാകട്ടെ 300 രൂപയും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കടം കൊണ്ട് നിൽക്കാനാവാത്ത അവസ്ഥ. അച്ഛൻ സമ്പാദിച്ചു നൽകിയ ഓഹരി വിറ്റ് കടം വീട്ടി. രാഷ്ട്രീയ കടങ്ങൾ വീട്ടാൻ 1967-ൽ വിൽക്കേണ്ടി വന്നത് 33,000 രൂപയുടെ വസ്തു. അച്ഛൻ എനിക്ക് ഓഹരിയായി തന്നത് 22 ഏക്കർ ഭൂമിയാണ്. അതിലിനി അവശേഷിക്കുന്നത് 17 സെന്റ് മാത്രമാണ്. ബാങ്കിലൊന്നുമില്ല. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയായിരുന്നു. അദ്ദേഹം 2004-ൽ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഒരു ഗ്രൂപ്പുമില്ലെന്ന് പറഞ്ഞ തെന്നലയ്ക്ക് പോലും ഒരു ഗ്രൂപ്പുണ്ട് എന്ന് AK ആന്റണി ഒരിക്കൽ പറഞ്ഞു.
ഗ്രൂപ്പിന്റെ രീതിയിൽ പ്രവർത്തിച്ചതായി ഒരു ഉദാഹരണമെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ താൻ രാജി എഴുതി നൽകാമെന്നായി തെന്നല. അതോടെ ആന്റണി തന്റെ പരാമർശം പിൻവലിച്ചു. വെട്ടും കുത്തും നിറഞ്ഞാടിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മുറിവുണക്കാൻ കുറിക്കപ്പെട്ട മരുന്നായ നേതാവായിരുന്നു തെന്നല. പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടുന്ന യുദ്ധസമാനമായ പൊട്ടിത്തെറികളെ ശമിപ്പിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ മുഖം. തെന്നല ബാലകൃഷ്ണ പിള്ള എന്നതിനേക്കാൾ ഈ മനുഷ്യൻ ഉച്ചരിക്കപ്പെട്ടത് തെന്നല കമ്മിറ്റി എന്നായിരിക്കും. പ്രശ്നപരിഹാരങ്ങൾക്കായി പാർട്ടി കൊണ്ടു നടന്ന ഒറ്റമൂലിയായിരുന്നു തെന്നല. ഒരു നന്ദി പോലും പറയാതെ അധ്യക്ഷ കസേരയിൽ നിന്ന് ഇറക്കിവിട്ടതാണ് ചരിത്രത്തിൽ തെന്നലയോട് കോൺഗ്രസ് ചെയ്ത നന്ദികേട്. പക്ഷേ 2004 വീണ്ടും പ്രസിഡന്റാക്കി അതിന് പ്രായശ്ചിത്തം ചെയ്തു കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഒരിക്കലും ഒന്നിലും പരാതിയുള്ള ആളായിരുന്നില്ല തെന്നല. 82 കരുണാകരൻ മന്ത്രിസഭയിൽ നിന്ന് MP ഗംഗാധരൻ രാജിവെച്ചപ്പോൾ തെന്നല മന്ത്രിയാകേണ്ടതായിരുന്നു. അന്ന് രമേശ് ചെന്നിത്തലയ്ക്കായി കരുണാകരൻ വഴിവെട്ടി. പിന്നീട് 91 രാജ്യസഭാ സീറ്റ് നൽകിയാണ് ആ കടവും കോൺഗ്രസ് വീട്ടിയത്. അങ്ങനെ തെന്നല എന്ന മനുഷ്യന്റെ ത്യാഗപൂർണവും ആദർശധീരവുമായൊരു രാഷ്ട്രീയ യാത്രയ്ക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ സമാപനം.